വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. എറണാകുളം വരാപ്പുഴ മുട്ടിനകത്ത് പടക്ക നിർമ്മാണശാലയ്ക്ക് തീപിടിച്ചു, ഒരാൾക്ക് മരണം സംഭവിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. 2 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, എന്താണ് വിവരങ്ങൾ? എങ്ങനെയാണ് ഇത്തരമൊരു വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത്? കമലേഷ്, വരാപ്പുഴ മുട്ടിനകത്താണ് പടക്ക നിർമ്മാണശാലയ്ക്ക് തീപിടുത്തമുണ്ടായത്. ഈ കെട്ടിടം പൂർണ്ണമായി പകർന്നു. ഇത് 14-15 കിലോമീറ്റർ ചുറ്റളവിൽ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രകമ്പനം ഉണ്ടായി എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരാൾ മരിച്ചു, 2 പേരുടെ നില ഗുരുതരമാണ്. ഇവരെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ നില അതീവ ഗുരുതരമാണ്. ഈ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കരിമരുന്ന് നിറയ്ക്കുന്ന ശാലയ്ക്കാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ ഏരൂർ ഡിപ്പോ അടക്കം കുലുങ്ങുന്ന തരത്തിലേക്ക്, അതായത് ഈ വരാപ്പുഴയിൽ നിന്നും നല്ല ദൂരമുണ്ട് ഏരൂർ, അതായത് 16 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ഏരൂർ എന്ന് പറയുന്ന പ്രദേശത്ത്. ഇവിടെ അടക്കം വലിയ രീതിയിലുള്ള ഒരു പ്രകമ്പനം ഉണ്ടായിരിക്കുന്നു, അതായത് വലിയ കുലുക്കം സംഭവിച്ചു. അത്തരത്തിലുള്ള ഒരു അപകടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ മരണസംഖ്യ ഇപ്പോൾ ഒരാൾ മരിച്ചു എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. 2 പേരുടെ നില ഗുരുതരമാണെന്നുള്ള വിവരമുണ്ട്. ഈ വരാപ്പുഴയിൽ നിന്നും നമുക്കറിയാം, കൊച്ചി നഗരത്തിൽ നിന്നും അത്യാവശ്യം അകലെയാണ് വരാപ്പുഴ. ഈ വരാപ്പുഴയിൽ നിന്നും ഉള്ളിലേക്കാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ഈ വാർത്ത പുറംലോകം അറിയാൻ തന്നെ അത്യാവശ്യം സമയമെടുത്തു എന്ന് ഈ ഘട്ടത്തിൽ പറയാം. കാരണം 5 മണിയോടുകൂടെയാണ് ഈ അപകടം നടന്നത്. 5 മണിയോടുകൂടെ ഈ അപകടം നടന്നപ്പോൾ ഉടനെ തന്നെ ഈ അടുത്ത ആശുപത്രി, അതായത് ഈ സമീപ പ്രദേശത്തെ ആശുപത്രി ആസ്റ്റർ മെഡിക്കൽ സെന്റർ എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിലേക്കാണ് ഏറ്റവും അടുത്ത്, വരാപ്പുഴയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ആശുപത്രി, അവിടേക്കാണ് ഈ പരിക്കേറ്റവരെ കൊണ്ടുവന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പരിക്കേറ്റ 2 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഗ്നിശമന സേന ഉൾപ്പെടെയുള്ള ടീം അംഗങ്ങൾ അങ്ങോട്ട് ഇവിടേക്ക്, സംഭവ സ്ഥലത്തേക്ക് അപകടം നടന്ന സമയത്ത് തന്നെ പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ മറ്റ് വിവരങ്ങളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയില്ല കമലേഷ്. അജി, ഈ പടക്ക നിർമ്മാണശാലയിൽ ഈ 3 തൊഴിലാളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതോ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നോ? ഈ ഘട്ടത്തിൽ നമുക്ക് അത് പറയാൻ കഴിയില്ല. കാരണം ഈ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല കമലേഷ്. കാരണം നമ്മൾ ഇന്നത്തെ യാത്രയിലാണ്. പോലീസിനുൾപ്പെടെ ഈ ഒരു വിവരം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. 2 പേരെ, ഗുരുതരമായ 2 പേര് ഉണ്ടായിരുന്നു. അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഒരാൾ മരിച്ചു എന്നാണ് പോലീസിൽ നിന്ന് പോലും നമുക്ക് ലഭിക്കുന്ന മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഏതായാലും വലിയൊരു അപകടം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം 15 കിലോമീറ്റർ ഇപ്പുറം ഏരൂർ പ്രദേശം കുലുങ്ങി എന്നാണ് നാട്ടുകാരായ ചിലർ നമ്മളോട് പറഞ്ഞത്. ഏരൂരടക്കം വലിയ സ്ഫോടനം, അതായത് വലിയ രീതിയിലുള്ള സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. ഏരൂർ അടക്കം കുലുങ്ങി എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഫോടനം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് വലിയ രീതിയിലുള്ള ഈ സ്ഫോടനമാണ്, അതായത് ഒരുപാട് കരിമരുന്ന് ഇവിടെ സൂക്ഷിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം അത്രത്തോളം വലിയ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് കമലേഷ്. വ്യക്തമാണ് അജി. ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇത്രയുമാണ്. കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. വരാപ്പുഴ മുട്ടിനകത്ത് പടക്ക നിർമ്മാണശാലയ്ക്ക് തീപിടിച്ച് ഒരാൾക്ക് മരണം സംഭവിച്ചിരിക്കുന്നു. 2 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പടക്ക നിർമ്മാണശാലയിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരേണ്ടതുണ്ട്. പോലീസിനടക്കം ഈ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്നത്. അജി കുഞ്ഞുമോനാണ് വിശദാംശങ്ങൾ നൽകിയത്.